സംവിധായകരും ഛായാഗ്രാഹകരും മേക്കപ്പ് മാനും ഇല്ലാത്ത ഒരു അരശാങ്ക കലാസൃഷ്ടിയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പുതിയ സിനിമ. അതിൽ അദ്ദേഹത്തിന് എങ്ങനെ വിജയിക്കാൻ കഴിയും? ഈ സർക്കാർ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിലും അല്ല മോശമായിട്ട് പെർഫോം ചെയ്യണമെങ്കിലും കുറച്ച് നാളത്തേക്കോ, ഒരു 6 മാസത്തേക്കോ 1 കൊല്ലത്തേക്കോ ഭരിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് സ്റ്റാലിൻ്റെ തന്ത്രം. രാഷ്ട്രീയ സ്ഥിതികൾ സ്റ്റാലിന് അനുകൂലമായിട്ട് തിരിയുന്ന ആ ദിവസം ഈ ചെറുകിട പാർട്ടികൾ പിന്തുണ പിൻവലിക്കുകയും വിജയുടെ മന്ത്രിസഭ പോവുകയും ചെയ്യും. ഉടനെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് വരികയും സ്റ്റാലിൻ കൂടുതൽ ശക്തനായി അധികാരത്തിൽ തിരിച്ചു വരികയും ചെയ്യും. അതിനാണ് ഞാൻ നോക്കിയിട്ട് സാധ്യത കാണുന്നത്. വിജയുടെ പ്രശ്നം ഭരണപരിചയമില്ല, രാഷ്ട്രീയത്തിൽ പരിചയമില്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്ന് പറയുന്നത് ശരിക്കും ഒരു പാർട്ടി ആയിട്ടില്ല. ശ്രീ ജയശങ്കർ, തമിഴകത്തിൻ്റെ രാഷ്ട്രീയം പരിശോധിച്ചാൽ ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ദ്രവീഡിയൻ സ്വത്വത്തിൻ്റെ മേന്മ പറഞ്ഞ അല്ലെങ്കിൽ അതിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് വന്നവരാണ്. ഇപ്പോൾ സിനിമയിൽ നിന്ന് വന്നവരായാൽ പോലും അവർക്കൊക്കെ അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതൊന്നുമില്ലാതെ ഒരു പിളർപ്പിൽ നിന്നല്ല, പാരമ്പര്യത്തിൽ നിന്നല്ല, ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യയശാസ്ത്ര ധാരകളിൽ നിന്നല്ലാതെ ഒരാൾ തമിഴ് രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന് മുഖ്യമന്ത്രിയായി എന്ന് പറയുന്ന ഒരു ചരിത്ര ദിവസം തന്നെയാണ്, സംശയമില്ല. അത് തമിഴ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഇതൊരു വൺ ടൈം വണ്ടർ എന്നതിനപ്പുറത്തേക്ക് ഇത് നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമായി തുടരുമോ? അങ്ങെങ്ങനെയാണ് ഈ തമിഴ് രാഷ്ട്രീയത്തിൻ്റെ മാറ്റത്തെ വീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും ഇതൊരു പുതുമയുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ 6 പതിറ്റാണ്ടായിട്ട് ദ്രാവിഡ രാഷ്ട്രീയം കൊടികുത്തി വാഴുകയാണ്. അണ്ണാദുരൈ മുതൽക്ക് കരുണാനിധി, MGR, ജയലളിത, സ്റ്റാലിൻ, ഇത്രയും പ്രഗത്ഭന്മാരായ മുതലമൈച്ചർമാർ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ദ്രാവിഡ പ്രത്യയശാസ്ത്രത്തെ ഉയർത്തിപ്പിടിച്ചവരാണ്. അതിനിടയ്ക്ക് പ്രധാന പ്രതിപക്ഷമായി തുടരേണ്ടിയിരുന്ന കോൺഗ്രസ് എന്ന് പറഞ്ഞ വലിയ സംവിധാനം അവിടെ മിക്കവാറും ഉപ്പുവെച്ച കലം പോലെ ഇല്ലാതായി. അതാണ് സത്യം. അങ്ങനെ പ്രതിപക്ഷമില്ലാതെ ഒന്നുകിൽ DMK അല്ലെങ്കിൽ അണ്ണാ-DMK, ഒന്നുകിൽ അണ്ണാ-DMK അല്ലെങ്കിൽ DMK, ഈ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇത്തവണ എന്താ വെച്ചാൽ ഈ സ്റ്റാലിൻ്റെ ഭരണത്തിനെതിരായ വലിയ വികാരം അവിടെ ഉണ്ടായിരുന്നു. അത് കേരളത്തിലുള്ള ബുദ്ധിജീവികൾക്ക് മനസ്സിലായില്ലെങ്കിൽ നാട്ടുകാരുടെ ഇടയിൽ വലിയ ഉള്ളുകൊണ്ടുള്ള ഒരു റെസിസ്റ്റൻസ് അവിടെ ഉണ്ട്. ആ ഒരു പോരായ്മ മുതലെടുക്കുന്ന സാധാരണഗതിയിൽ അണ്ണാ-DMK ആണ്. പക്ഷേ ആ പാർട്ടി ജയലളിതയുടെ മരണത്തിന് ശേഷം പഴയ പോലെ ശക്തമല്ല. അതിലുപരി ഈ വിജയ് എന്ന് പറഞ്ഞ സിനിമാ നടൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ പാർട്ടി വന്നപ്പോൾ ആളുകൾ അതിന് ഒരു അവസരം കൊടുക്കാം എന്ന് ചിന്തിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം അത്ര വലുതാണ്. ഇതിനു മുമ്പ് പല സിനിമാ നടന്മാരും തമിഴിലും തെലുങ്കിലും ഒക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചിരഞ്ജീവി ഒരു പാർട്ടിയുണ്ട്, തീവണ്ടി എഞ്ചിൻ അടയാളത്തിൽ മത്സരിച്ചു, കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കിയില്ല. അതുപോലെ വിജയകാന്ത് DMDK അല്ല അതെ ദ്രാവിഡ മുർപോക്ക് കഴകം, അതും വലിയ വിജയമൊന്നും നേടിയില്ല. ഏതാനും ചില സീറ്റുകൾക്ക് അപ്പുറത്ത് അവർക്ക് വലിയ ഇളക്കമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ രജനീകാന്തും കമലഹാസനും ഒക്കെ പാർട്ടി ഉണ്ടാക്കാൻ ആലോചിക്കൂ, പാർട്ടി ഫ്ലോട്ട് ചെയ്യുകയൊക്കെ ചെയ്തു, ഒന്നും ഫലവത്തായില്ല. അപ്പോൾ ഒരു സിനിമാ നടന് സ്വന്തം നിലയ്ക്ക് ഒരു പാർട്ടി ഉണ്ടാക്കി വിജയിപ്പിക്കാം. NT രാമറാവുവിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഒരാൾക്ക് അത് സാധിക്കുക. പിന്നെ രാമറാവുവിന് അന്ന് അത്രയും അനുകൂല സാഹചര്യങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അങ്ങനെ ദൈവികമായ സിനിമാ നടനേക്കാൾ ഉപരിയായിട്ട് ദൈവതുല്യമായ ഒരു പ്രതിച്ഛായ ഉണ്ടായിരുന്നുകൊണ്ടാണ് വിജയിച്ചത്. വിജയുടെ കാര്യത്തിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ പലരും പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഭരണപരിചയമില്ല, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. സിനിമാ നടന്മാർക്ക് എത്ര മേന്മകളുണ്ടെങ്കിലും രാഷ്ട്രീയക്കാർക്കുള്ള ഒരു മേന്മ എന്ന് പറയുന്നത് മെയ്വഴക്കമാണ്. ഇപ്പോൾ ഭൂരിപക്ഷമില്ലാത്തൊരു സർക്കാരിനെ അല്ലെങ്കിൽ വളരെ നാമമാത്രമായ ഭൂരിപക്ഷമുള്ള സർക്കാരിനെ ഉമ്മൻചാണ്ടി എങ്ങനെയാണ് നയിച്ചതെന്ന് നമുക്കറിയാൻ പറ്റില്ല. അത് ഉമ്മൻചാണ്ടിക്കാരുള്ള ഒരുപാട് കൊല്ലത്തെ രാഷ്ട്രീയത്തിലെ പരിചയമുണ്ടായിരുന്നു, നിയമസഭാ പരിചയമുണ്ടായിരുന്നു, ഭരണപരിചയമുണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ടാളുടെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം എത്ര കൊല്ലം ഈ സർക്കാരിനെ തള്ളിക്കൊണ്ടുപോയി. അതുപോലെ ചെയ്യാൻ ഇവിടെ അതുപോലും പറ്റുകയില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ മൈനോറിറ്റി ഗവൺമെൻറ്റാണ്. കോൺഗ്രസ് മാത്രമേ അദ്ദേഹത്തിന് ശരിക്കും പിന്തുണ കൊടുത്തുള്ളൂ. മറ്റേ 3 പാർട്ടികൾ CPI, CPM, VCK, മുസ്ലിം ലീഗ്, ഈ പാർട്ടികളൊക്കെ ഇപ്പോഴും DMKയുടെ മുന്നണിയിലാണ്. അവിടെ നിന്നുകൊണ്ടാണ് ഇവിടെ പിന്തുണ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രഹസ്യം തമാശ എന്ന് വെച്ചാൽ ഈ സർക്കാർ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിലും അല്ല മോശമായിട്ട് പെർഫോം ചെയ്യണമെങ്കിലും കുറച്ച് നാളത്തേക്കോ, ഒരു 6 മാസത്തേക്കോ 1 കൊല്ലത്തേക്കോ ഭരിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് സ്റ്റാലിൻ്റെ തന്ത്രം. രാഷ്ട്രീയ സ്ഥിതികൾ സ്റ്റാലിന് അനുകൂലമായിട്ട് തിരിയുന്ന ആ ദിവസം ഈ ചെറുകിട പാർട്ടികൾ പിന്തുണ പിൻവലിക്കുകയും വിജയുടെ മന്ത്രിസഭ പോവുകയും ചെയ്യും. ഉടനെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് വരികയും സ്റ്റാലിൻ കൂടുതൽ ശക്തനായി അധികാരത്തിൽ തിരിച്ചു വരികയും ചെയ്യും. അതിനാണ് ഞാൻ നോക്കിയിട്ട് സാധ്യത കാണുന്നത്. വിജയുടെ പ്രശ്നം ഭരണപരിചയമില്ല, രാഷ്ട്രീയത്തിൽ പരിചയമില്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്ന് പറയുന്നത് ശരിക്കും ഒരു പാർട്ടി ആയിട്ടില്ല. ഇപ്പോൾ DMK എന്ന് പറഞ്ഞാൽ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് അവിടെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ആദ്യം ജസ്റ്റിസ് പാർട്ടിയായിരുന്നു,
പിന്നെ ദ്രാവിഡ കഴകമായി, പിന്നെ ദ്രാവിഡ മുന്നേറ്റ കഴകമായി. ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും പിന്നെ അത് വളരെ സുസംഘടിതമായിട്ടുള്ള പാർട്ടിയാണ്. ഒരു ചെറിയ പരാജയം കൊണ്ടൊന്നും DMK തമിഴ് രാഷ്ട്രീയത്തിൽ നിന്ന് ഇല്ലാതാവില്ല. ഞാൻ സ്റ്റാലിൻ്റെ ഒരു ആരാധകനൊന്നുമല്ല, കരുണാനിധിനെ സ്റ്റാലിൻ്റെ നിതാന്ത വിമർശകനാണ്. പക്ഷേ ഈ കാര്യം പറയാതിരിക്കാൻ നിർത്തില്ല, ഒരു കേഡർ പാർട്ടിയാണ്. ഇപ്പോൾ MGR 1977 അധികാരം പിടിച്ചതിന് ശേഷം 89 വരെ അവർക്ക് നില കിട്ടിയിട്ടില്ല. കരുണാനിധി ഒരാൾ മാത്രമായിട്ടൊക്കെ പ്രതിപക്ഷത്തിരുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഒരു പാർട്ടി ഇല്ലടായില്ല. കാരണം അതിൻ്റെ സംഘടനാ സംവിധാനം അത്ര ശക്തമാണ്, കേഡർ പാർട്ടിയാണ്. ജയലളിതയുടെ സുവർണ്ണകാലത്തും കരുണാനിധിയുടെ കാര്യം വലിയ കഷ്ടമായിരുന്നു. കരുണാനിധിക്ക് നിയമസഭയിൽ പോകാൻ പറ്റില്ലായിരുന്നു, കാരണം അവിടെ DMK-ക്കാർ മാത്രമേ ഉള്ളൂ. അദ്ദേഹം നിയമസഭയിൽ ചെന്ന് ഇവർ പരസ്യമായിട്ട് അദ്ദേഹത്തിനെ മുണ്ടടിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ കഴിഞ്ഞ കാലത്തും അവർ പതറിയിട്ടില്ല. ആ പാർട്ടി അവിടെ നിലനിന്നു. അങ്ങനത്തെ ഒരു പാർട്ടി അല്ലല്ലോ, ഇതൊരു ആൾക്കൂട്ടമല്ലേ ഈ TVK എന്ന് പറയുന്നത്. ഒരു പാർട്ടിയായിട്ട് ഒന്നായി ചേരാനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് ഭരണാധികാരം കിട്ടിയ ആ ഒരു സിനിമാ നടനാണ്, രാഷ്ട്രീയക്കാരനല്ല. അങ്ങനെ ഒരാൾ വരുന്നു. പിന്നെ ഇവിടെ ശ്രീജ ചോദിച്ച പോലെ ഇത് തിരക്കഥയില്ല. തിരക്കഥ മാത്രമല്ല, സംവിധായകനും ഇല്ല. സംവിധായകനും ഛായാഗ്രാഹകനും മേക്കപ്പ് മാനും ഇല്ലാത്ത ഒരു അരശാങ്ക കലാസൃഷ്ടിയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പുതിയ സിനിമ. അതിൽ അദ്ദേഹത്തിന് എങ്ങനെ വിജയിക്കാൻ കഴിയും? മേക്കപ്പ് മാനില്ല, തിരക്കഥാകൃത്തില്ല, സംവിധായകനില്ല, പാട്ടില്ല. പക്ഷേ അഡ്വക്കേറ്റ് ജയശങ്കർ ഒന്ന് ആലോചിച്ചു, കഴിഞ്ഞ 10 വർഷമായി, 2 വർഷമേ ആയുള്ളൂ ഈ പാർട്ടി രൂപീകരിച്ചിട്ട്, സമ്മതിക്കുന്നു. പക്ഷേ എങ്ങനെയാണ് വിജയ് ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കിക്കൊണ്ടുവന്നത്? വിജയ് മക്കൾ ഇയക്കമായിരുന്നു, അതിൽ നിന്ന് പതിയെ പതിയെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി രൂപാന്തരം പ്രാപിക്കുന്നു. ഈ വിജയുടെ കൂടെയുള്ള ആരോ പറഞ്ഞത് ഓർമ്മയുണ്ട്, ഒരു ബൈറ്റ് കേട്ട വിജയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററായ ഒരു മലയാളി ഉണ്ട്, അശ്വിൻ്റെ ഒരു ബൈറ്റ് കേട്ടതാണ്. അശ്വിൻ പറയുന്നത്, ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ എല്ലാ വീട്ടിലും എത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിന് വേണ്ടി അല്ല, ഞങ്ങൾ വോട്ട് ചോദിക്കാനല്ല തമിഴ്നാട്ടിലെ വീട്ടുകളിലേക്ക് ഞങ്ങൾ എത്തിയത്. അപ്പോൾ ഒരു സിസ്റ്റം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് വിജയ്, അതിൽ സംശയമില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആൾക്കൂട്ടം മാത്രമായി ഇത്രയേറെ വലിയൊരു ഭൂരിപക്ഷത്തിൽ ഒരാളെ ജയിപ്പിക്കുമോ? ഒരു വിശ്വാസം എന്ന് പറയുന്നത് അവർക്ക് ഇക്കാലം കൊണ്ട് ഉണ്ടായി വന്നിട്ടുണ്ടാവില്ലേ? അല്ല, അതിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ എങ്ങനെയാണ് ആം ആദ്മി പാർട്ടി ഉണ്ടാക്കിയത് എന്ന് ആലോചിച്ചാൽ വളരെ വ്യക്തമല്ലേ. ആം ആദ്മി പാർട്ടി ഇതുപോലെ ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ എന്നൊരു മൂവ്മെൻറ്റായിട്ട് തുടങ്ങിയതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിലെ ബാക്കി നേതാക്കന്മാരൊക്കെ പിരിഞ്ഞു പോയി. അരവിന്ദ് കെജ്രിവാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് കൺവെർട്ട് ചെയ്തു. അപ്പോൾ ഈ അവസാനം അടക്കമുള്ള ആളുകൾ അതിനെ തള്ളിപ്പോയി. പക്ഷേ ആ പ്രത്യേക സാഹചര്യത്തിൽ ഡൽഹി പോലെ ഒരു അർബൻ ബാക്ക്ഗ്രൗണ്ടിൽ പ്രത്യേക സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ചുറ്റുപാടുകളിൽ ആ പാർട്ടി ആളുകളുടെ ഇമാജിനേഷൻ പിടിച്ചു. ഇവിടെ സംഭവിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ സ്റ്റാലിൻ്റെ ഭരണത്തോട് എതിർപ്പുള്ള കുറേ ആളുകൾ അവിടെ ഉണ്ട്. അവരുടെ ഇമാജിനേഷൻ പിടിച്ചെടുത്തത് DMK അല്ല, എടപ്പാടി പളനിസ്വാമിക്ക് അല്ലെങ്കിൽ പന്നീർശെൽവത്തിനൊക്കെ അവിടെ പെർഫോം ചെയ്യുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. ആ ജയലളിതയെ പോലത്തെ ഒരു സ്റ്റാർ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആളുകളൊരു ഓൾട്ടർനേറ്റീവ് എന്നുള്ള നിലയ്ക്ക് വിജയെ പരിഗണിക്കും. പിന്നെ വിജയ് നേരത്തെ പറഞ്ഞ പോലെ ആർക്കും അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാ ആളുകൾക്കും അദ്ദേഹത്തെ അറിയാം. അദ്ദേഹത്തിൻ്റെ സിനിമയിലെ ഡയലോഗുകളൊക്കെ അവർ കേട്ടിട്ടുണ്ട്. ഈ സിനിമയിലെ ഡയലോഗ് പുള്ളി രാഷ്ട്രീയത്തിലെടുത്ത് വീശിയാൽ കുറച്ച് കാലത്തേക്കൊക്കെ ആൾക്കാരത് അംഗീകരിക്കും. ഞാൻ വിജയെ കുറച്ച് കാണുന്നതല്ല, തീർച്ചയായിട്ടും വലിയ വിജയം തന്നെയാണ്. പക്ഷേ ഇതെങ്ങനെ അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഒന്നാമത്തെ പ്രശ്നം അദ്ദേഹത്തിന് ഭരണപരിചയമില്ല എന്നുള്ളതല്ല, നിയമസഭയിൽ ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതാണ്. വലിയ ഇപ്പോൾ രാമറാവു വന്നപ്പോൾ അല്ലെങ്കിൽ MGR ആദ്യം വന്നപ്പോഴൊക്കെ അതിന് കടന്ന ഭൂരിപക്ഷമായിരുന്നു. ജയലളിത കൂടെ വലിയ ഭൂരിപക്ഷം. അപ്പോൾ അങ്ങനെ ഭൂരിപക്ഷമില്ലാത്ത ഒരു സർക്കാർ, ഇതേ ഉമ്മൻചാണ്ടി അല്ലല്ലോ, ഭൂരിപക്ഷം ഇല്ലാതെ തള്ളിക്കൊണ്ട് വരണ്ട് കരുണാകരനുമല്ല. അപ്പോൾ അതുപോലെ മെയ്വഴക്കം വേണ്ടേ? ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് സ്റ്റാലിൻ്റെ കയ്യിലാണ് റിപ്പോർട്ടിരിക്കുന്നത്.